ശീതയുദ്ധ സമയത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഭയന്ന അമേരിക്ക ചൈനയെ നിരീക്ഷിക്കുന്നതിനായി ന്യൂക്ലിയർ ഉപകരണം സ്ഥാപിക്കാൻ ഇന്ത്യയോട് സഹായം ചോദിച്ചു. 1962 ചൈനയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്ക് ആ ഒരു ഓഫർ സ്വീകരിക്കേണ്ടി വന്നു. തടസ്സമില്ലാത്ത കാഴ്ചക്കായി നന്ദാദേവി പർവ്വതം തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിനായി MS കൊഹ്ലി ക്യാപ്റ്റനായിരുന്ന സംഘവും അമേരിക്കൻ ഗവേഷകരോടൊപ്പം 1965 പർവ്വതത്തിലേക്ക് തിരിച്ചു. എന്നാൽ ഹിമപാതം കാരണം 56 കിലോഗ്രാം ഭാരമുള്ള ന്യൂക്ലിയർ ഉപകരണം അനുബന്ധ വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിച്ച ശേഷം മിഷൻ ഉപയോഗിക്കേണ്ടി വന്നു. എന്നാൽ മിഷൻ പുനരാരംഭിക്കാൻ ചെന്നപ്പോൾ ഉപകരണം കാണാതായിരുന്നു. 1967 പുതിയ ഉപകരണം സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും ഇത്രയും വിനാശകരമായ വസ്തു ഹിമാലയങ്ങളിൽ എവിടെയാണെന്ന് ഇന്നും അറിയില്ല.